കൊല്ലം ജില്ലയിലാണ് ലൈല ബീവിയും രണ്ട് പെൺമക്കളും താമസിച്ചിരുന്നത്. ഇളയ പെൺകുട്ടിയായ നജിലയ്ക്ക് ഏതാണ്ട് 10 വയസ്സായപ്പോഴാണ് ലൈല ബീവിയുടെ ഭർത്താവ് അസുഖബാധിതനായി മരിക്കുന്നത്. വീട്ടുകാര്യവും മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ച ലൈല ഭർത്താവിൻ്റെ മരണത്തോടെ ആകെ തളർന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്നൊന്നും ആ സ്ത്രീക്ക് ഒരു പിടിയുമില്ല. ഒടുവിൽ മക്കളെ പഠിപ്പിക്കാനും കുടുംബം പോറ്റാനുമായിട്ട് ലൈലയ്ക്ക് കൂലിപ്പണിക്കിറങ്ങേണ്ടി വന്നു. എല്ലാ കഷ്ടങ്ങളും സഹിച്ച് മക്കൾക്ക് വേണ്ടി അവർ മുന്നോട്ട് പോയി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മക്കൾ രണ്ടുപേരും പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്തു. അപ്പോഴാണ് മൂത്ത മകളായ നഫ്ലയ്ക്ക് ഒരു കല്യാണാലോചന വരുന്നത്. പയ്യൻ പട്ടാളക്കാരനാണ്, നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം, നല്ല സാമ്പത്തികം. ലൈല ആ ബന്ധം അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ കല്യാണമൊക്കെ നടന്നു. ലൈലയുടെ ആ തീരുമാനം തെറ്റിയില്ല. നല്ലൊരു ജീവിതം തന്നെയാണ് നഫ്ലയ്ക്ക് കിട്ടിയത്. ഇനിയുള്ളത് നജിലയാണ്. നജിലയ്ക്ക് ചില തീരുമാനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്. ആ തീരുമാനം ലൈലയോടും അവൾ പറഞ്ഞു. എന്തെന്നാൽ, ഇത്രയും കാലം കൂലിപ്പണിയെടുത്ത് ഞങ്ങളെ പോറ്റി വളർത്തിയില്ലേ ഉമ്മ, ഇനി സ്വന്തം കാലിൽ നിന്ന് ഉമ്മയെ തിരിച്ചു പൊന്നുപോലെ നോക്കണം. മാത്രമല്ല, ഒരു കല്യാണം കഴിക്കുകയാണെങ്കിലും ചേച്ചിയായ നഫ്ലയ്ക്ക് കിട്ടിയതിൽ നിന്നും താഴോട്ടാവാൻ പാടില്ല. എന്തുകൊണ്ടും തനിക്ക് വരുന്ന ആളും കുടുംബവും ജീവിതവും അതുപോലെ തന്നെ നല്ലതായിരിക്കണം. ന്യായമായ ആഗ്രഹം. ലൈലയ്ക്കും അത് തന്നെയാണ് ആഗ്രഹം. മൂത്ത മകൾക്ക് കിട്ടിയതുപോലെ തന്നെ നല്ലൊരു ജീവിതം ഇളയ മകൾക്കും കിട്ടണം. അതിൽ താഴോട്ട് വേണ്ട എന്ന് ആ അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. നജിലയ്ക്കിപ്പോൾ 22 വയസ്സാണ്. നജില ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. നജിലയ്ക്ക് ഇതിനകം തന്നെ ധാരാളം പ്രപ്പോസൽസ് ഒക്കെ വരികയാണ്. നജില ജോലി കിട്ടിയിട്ട് മതി എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ വരുന്ന ആലോചനകളൊന്നും ലൈല തള്ളിക്കളയാതെ നോക്കുന്നുമുണ്ട്. എന്നാൽ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. മിക്കതിനും വിദ്യാഭ്യാസവും നല്ല ജോലിയുമില്ല എന്നത് തന്നെയാണ് കാരണം. അപ്പോഴുണ്ട് ഒരെണ്ണം ഒത്തുവന്നു. അത് ആലപ്പുഴക്കാരനായ റെനീസിൻ്റെയാണ്. റെനീസ് MBA-കാരനാണ്. പക്ഷേ അതിലും 1-2 കുഴപ്പങ്ങളുണ്ട്. റെനീസിന് ജോലിയൊന്നും ആയിട്ടില്ല. MBA പഠിച്ച സർട്ടിഫിക്കറ്റേ ഉള്ളൂ. ജോലിക്ക് വിദേശത്തൊക്കെ ശ്രമിച്ച് അവിടെ നിന്നുള്ള വിളിയും കാത്ത് റെനീസ് ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ കുറവ്, അതൊരു കുറവെന്ന് പറയാൻ പറ്റില്ല, റെനീസിന് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. അച്ഛനും അമ്മയും ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. സഹോദരി കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡാണ്. റെനീസിന് ഇനി ബാധ്യതയൊന്നുമില്ല. ആകെ ഉള്ളത് വയസ്സായ അച്ഛനും അമ്മയും മാത്രമാണ്. ഈ ബന്ധം കൊണ്ടുവന്ന കല്യാണ ബ്രോക്കർ ലൈലയോട് പറഞ്ഞു, നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസം, പിന്നെ സാമ്പത്തികം ഇല്ലാത്തത് അത്ര കാര്യമാക്കേണ്ട കാര്യവുമില്ല. പയ്യൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയിലേക്ക് പോകാൻ. അവിടെ എന്തായാലും അവൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഈ പരിസ്ഥിതിയൊക്കെ മാറും. പിന്നെ നിങ്ങളുടെ മോൾക്കും അവിടെ തന്നെ ജോലിക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഇത് വിട്ടുകളഞ്ഞാൽ ചിലപ്പോൾ ഇനി ഈ പയ്യന് നിങ്ങൾക്ക് കൈവിട്ടു പോകും. ലൈല തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. MBA-കാരനല്ലേ, അവന് എന്തായാലും നല്ല ജോലി കിട്ടും. ജോലി കിട്ടിയാൽ ബ്രോക്കർ പറയും പോലെ അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും. നജിലയോട് ഇക്കാര്യം ലൈല പറയുകയാണ്. നജിലയ്ക്ക് കേട്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്നായി അവൾ. കാരണം നജിലയ്ക്ക് അവളുടെ ആഗ്രഹപ്രകാരമുള്ള ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഒടുവിൽ ലൈല പറഞ്ഞു, ശരി, വേണ്ടെങ്കിൽ വേണ്ട. അവരെന്തായാലും ഒന്ന് വന്ന് കണ്ടിട്ട് പോകട്ടെ, അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അമ്മയുടെ നിർബന്ധപ്രകാരം നജില പെണ്ണുകാണൽ ചടങ്ങിന് വല്ല വിധേനയും സമ്മതം അറിയിച്ചു. റെനീസ് അധികം വൈകാതെ നജിലയെ കാണാൻ വീട്ടിലെത്തുകയാണ്. ആ പെണ്ണുകാണൽ ചടങ്ങ് നജിലയുടെ തീരുമാനങ്ങളെ പാടെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. നജില റെനീസിനോട് പെണ്ണുകാണൽ ചടങ്ങിനിടെ സംസാരിക്കുകയാണ്. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ല. ഒരു ജോലി ആയ ശേഷം മതിയെന്നാണ്. മാത്രവുമല്ല, ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ട്. അതെല്ലാം സാധിക്കണം എനിക്ക്. ഇത് കേട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിന്ന റെനീസ് നജിലയോട് പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോകും. എനിക്കും ജോലിയുള്ള ഭാര്യയെ തന്നെയാണ് ആവശ്യം. അമേരിക്കയിൽ പോയാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്. ഞാൻ ആരെയാണോ കല്യാണം കഴിക്കുന്നത് അവളെയും കൊണ്ടേ പോകത്തുള്ളൂ. അവിടെ നല്ല ജോലിയും ഞാൻ വാങ്ങിക്കൊടുക്കും. സ്ത്രീകളെയും അവരുടെ സ്വാതന്ത്ര്യങ്ങളെയും ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. റെനീസിൻ്റെ ഈ ഒരു സംസാരം നജില പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. നജില റെനീസുമായിട്ടുള്ള കല്യാണത്തിന് പൂർണ്ണ സമ്മതം അറിയിക്കുകയാണ്. ഇവരുടെ കല്യാണം 1 കൊല്ലത്തിന് ശേഷം ആഘോഷമായി തന്നെ നടന്നു. ആഴ്ചകൾ പലത് കഴിഞ്ഞിട്ടും റെനീസിന് അമേരിക്കയിൽ നിന്നും ഒരു വിളിയും വന്നില്ല.
ജോലിയൊന്നും ശരിയാവുന്നേയില്ല. എല്ലാവർക്കും ടെൻഷനായി. അതിലേറെ വിഷമം റെനീസിനാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നജ്ല റെനീസിനോട് പറയുന്നത്, തൽക്കാലം ഈ MBA ഒക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് PSCക്ക് പഠിക്കാം. റെനീസിനും അത് ശരിയാണെന്ന് തോന്നി. റെനീസ് PSC കോച്ചിങ്ങിന് വേണ്ടി ചേരുകയാണ്. ചിലവ് മുഴുവൻ ലൈല ബീവി തന്നെയാണ് നോക്കിയത്. കാരണം റെനീസിൻ്റെ കയ്യിൽ അതിനുള്ള നിവൃത്തിയില്ല. വിഷമത്തോടെ ആണെങ്കിലും അമ്മായിയമ്മയുടെ ചിലവിൽ തന്നെ റെനീസ് PSCക്ക് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു. ഭാഗ്യമൊന്ന് പറയട്ടെ, ആ കുടുംബത്തിന് ദൈവം കൈവിട്ടില്ല. റെനീസിന് PSC എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ കിട്ടുകയാണ്. അധികം താമസിയാതെ പോലീസായിട്ട് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നജ്ലയ്ക്കും റെനീസിനും ഇപ്പോൾ 2 കുട്ടികളുമായി. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവരിപ്പോൾ മക്കളുമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. ആലപ്പുഴയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇവരുടെ താമസം. 2022 മെയ് 10. റെനീസിന് ഇപ്പോൾ ഡ്യൂട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഔട്ട് പോസ്റ്റിലാണ്. രാത്രി നേരെ ചൊവ്വ ഉറക്കമൊന്നും കിട്ടാതെ റെനീസ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 8 മണി കഴിഞ്ഞ് പകരത്തിന് വന്ന ആൾക്ക് ഡ്യൂട്ടിയും ചേഞ്ച് ചെയ്ത് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. ക്വാർട്ടേഴ്സിൽ നജ്ലയും മക്കളും മാത്രമേ ഉള്ളൂ. 10 മണിയായപ്പോൾ റെനീസ് അവിടെ എത്തി. കോളിംഗ് ബെല്ലടിച്ചു. നജ്ല വാതിൽ തുറക്കുന്നില്ല. ഇളയ കുട്ടിക്ക് 1.5 വയസ്സേ ഉള്ളൂ. കുഞ്ഞിനെ ചിലപ്പോൾ ഉറക്കുകയൊക്കെ ആയിരിക്കും എന്ന് കരുതി റെനീസ് സൈഡിൽ തുറന്നു കിടന്ന ജനാല വഴി അകത്തേക്കൊന്ന് നോക്കി. അകത്തോട്ട് നോക്കി അയാൾ ഞെട്ടിപ്പോയി. ഇത് തന്നെ ആണോ എന്ന് റെനീസ് ചിന്തിച്ചു പോയി. എന്തായിരിക്കും അയാൾ അവിടെ കണ്ട ആ കാഴ്ച? ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നമുക്കിനി കുറച്ച് പിറകിലോട്ട് പോകാം. ഈ നജ്ലയും റെനീസുമായിട്ടുള്ള കല്യാണമൊക്കെ നിശ്ചയിച്ച സമയത്താണ് റെനീസ് ഒരാവശ്യവുമായിട്ട് ലൈല ബീവിയെ സമീപിക്കുന്നത്. കല്യാണം ഏതാണ്ട് 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ എന്ന തീരുമാനത്തിലാണ് വീട്ടുകാർ ഇരുന്നത്. പ്രത്യേകിച്ച് ലൈല. കാരണം പെൺവീട്ടുകാരായതുകൊണ്ട് കല്യാണ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള പൈസയ്ക്ക് സാവകാശം അത്യാവശ്യമാണ്. അപ്പോഴാണ് റെനീസിൻ്റെ വരവ്. കല്യാണം നടത്തുന്നതിന് ചില്ലറ ബുദ്ധിമുട്ടുകളുണ്ടെന്നും പറഞ്ഞാണ് വന്നത്. കാര്യം തിരക്കിയപ്പോൾ റെനീസ് പറഞ്ഞത്, ഒന്നാമത് എനിക്കൊരു ജോലിയില്ല, പൈസയും ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കടവുമുണ്ട്. എല്ലാത്തിനും പൈസ കയ്യിൽ വന്നാലേ പറ്റൂ. ലൈലയ്ക്കൊന്നും പിടികിട്ടിയില്ല. റെനീസ് പറഞ്ഞു, കുറച്ച് പൈസ തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഇതൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരികയും ചെയ്യാം. റെനീസ് വല്ല 20,000, 30,000, 50,000 ഒക്കെ ചോദിക്കാൻ വരുന്നെന്നാണ് ലൈലയ്ക്ക് തോന്നിയത്. പക്ഷേ അയാൾ ചോദിച്ചത് കേട്ട് ലൈലയുടെ കണ്ണ് തള്ളിപ്പോയി. 10 ലക്ഷം രൂപ. ഒടുവിൽ എല്ലാം മകൾക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിന് വേണ്ടിയുമല്ലേ എന്ന് കരുതി ആ അമ്മ സംഘടിപ്പിക്കാവുന്നിടത്തുനിന്നൊക്കെ സംഘടിപ്പിച്ച് റെനീസിന് 10 ലക്ഷം രൂപ നൽകുകയാണ്. അയാൾക്ക് അതൊരു വലിയ ആശ്വാസമായി. പോകെ റെനീസിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നതായി ലൈലയ്ക്ക് തോന്നി തുടങ്ങി. പഴയ സ്വഭാവം മാറി ഒരു പരുക്കൻ സ്വഭാവം. നജ്ല എവിടെ പോയാലും റെനീസിനോട് അനുവാദം ചോദിക്കണം, വിളിച്ചാലുടനെ ഫോൺ എടുക്കണം. ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങളൊക്കെ നജ്ലയുടെ തലയിൽ അയാൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ലൈലയ്ക്ക് ഇതിൽ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. 10 ലക്ഷം കയ്യിൽ കിട്ടിയ ശേഷമാണ് ഈ ഒരു ഭാവഭേദം റെനീസിനുണ്ടായത്. ലൈല നജ്ലയോട് ഇതേപ്പറ്റി പറയുകയും നമുക്കിത് നല്ലതല്ല എന്ന് മനസ്സ് പറയുന്നു, ഇത് വേണ്ട മോളെ എന്ന് പറയുകയും ചെയ്തു. എന്നാൽ റെനീസിനെ അത്രമാത്രം അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന നജ്ല എല്ലാ അമ്മയുടെ അമിതമായ ചിന്ത കൊണ്ടാണെന്നും റെനീസ് നല്ലവനാണെന്നും ഒക്കെ പറയുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ റെനീസിൻ്റെ അമ്മ അസുഖബാധിതയായി മരിച്ചു. 1 കൊല്ലത്തിന് ശേഷം ഇവരുടെ കല്യാണവും കെങ്കേമമായി നടക്കുകയാണ്. 40 പവൻ സ്വർണവും ഒരു പൾസർ ബൈക്കും കുറച്ച് പണവും ഒക്കെ കൊടുത്താണ് ലൈല ബീവി മകളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി കിട്ടുന്നതുമെല്ലാം. പോലീസിൽ കയറിയതോടെ റെനീസ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അയാൾ നിസ്സാര കാര്യത്തിന് പോലും നജ്ലയെ ഉപദ്രവിക്കുകയും അമ്മയും സഹോദരിയുമായിട്ട് കോണ്ടാക്റ്റ് വയ്ക്കുന്നതിൽ പ്രശ്നം ഉണ്ടാക്കാനും തുടങ്ങി. റെനീസ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് നജ്ല ഈ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് ഇയാളിത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് റെനീസ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മുറിക്കകത്തിട്ട് നജ്ലയും മൂത്ത കുട്ടിയെയും പൂട്ടും. അപ്പോഴത്തേക്കും ഒരു കുട്ടിയൊക്കെ ജനിച്ചു, ഒരു ആൺകുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞു. പോരാത്തതിന് പല സ്ഥലങ്ങളിലായിട്ട് ഒളിക്യാമറയൊക്കെ വച്ചിരുന്നു. ആ സമയത്ത് നജ്ല 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നില്ല. മകളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ പോലും ലൈലയ്ക്ക് വിലക്കായിരുന്നു.
ആർഭാടമായി ജീവിക്കാൻ വേണ്ടി റെനീസ് വീണ്ടും 10 ലക്ഷം രൂപ വീട്ടിൽ നിന്നും വാങ്ങിക്കൊണ്ട് വാടി എന്ന് പറഞ്ഞ് നജ്ലയെ ഉപദ്രവിക്കുകയാണ്. ഇനി എന്തായാലും വീട്ടിൽ നിന്നും നയ പൈസ വാങ്ങില്ല എന്ന് നജ്ല തറപ്പിച്ച് പറഞ്ഞതോടെ റെനീസ് അവളെ ദേഹോപദ്രവവും കടുപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് കാശ് വാങ്ങിക്കൊണ്ട് വാ എന്നും പറഞ്ഞ് അയാൾ നിർബന്ധപൂർവം നജ്ലയെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. നജ്ല പാവം ഇതൊന്നും വീട്ടിൽ പോയാൽ ലൈലയോട് പറയുകയില്ല. വീണ്ടും കാലി കൈയുമായിട്ട് എത്തുന്ന നജ്ലയെ കണക്കിന് ഇയാൾ മർദ്ദിക്കും. ഇതിനിടയ്ക്ക് നജ്ല രണ്ടാമതും ഗർഭിണിയാവുകയാണ്. നജ്ല പതുക്കെ ചിന്തിക്കുകയാണ്. ഈ മൂത്ത കുട്ടിയുടെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ്. മൂത്ത കുട്ടിയായ ടിപ്പു സുൽത്താനെ ഗർഭിണി ആയതോടെയാണ് റെനീസിൻ്റെ സ്വഭാവം ഇത്രയ്ക്ക് മോശമാകാൻ തുടങ്ങിയത്. ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവന്നത്, സ്വഭാവത്തിൽ കൊണ്ടുവന്നത്? മാത്രമല്ല ഇപ്പോൾ റെനീസ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു മുറിയിലാണ്. ഇതൊക്കെ ഇയാളുടെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് നജ്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി റെനീസിൻ്റെ മുറിയിൽ നിന്നും ആരെയോ ഫോണിൽ ഇങ്ങനെ അയാൾ അടക്കം പറയുന്നതും ചിരിക്കുന്നതുമെല്ലാം നജ്ല ശ്രദ്ധിച്ചത്. ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് മനസ്സിലായ നജ്ല ഒരു ദിവസം റെനീസിൻ്റെ മൊബൈൽ ഫോണ് ഇങ്ങനെ ഒതുക്കത്തിൽ കൈക്കലാക്കി പരിശോധിച്ചു. നജ്ല ആ ഫോണിൻ്റെ ലോക്ക് അഴിച്ച് നോക്കിയപ്പോൾ തകർന്നുപോയി. റെനീസിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് രഹസ്യബന്ധം, അതിൻ്റെ തെളിവായിട്ടുള്ള ചാറ്റിങ്ങും വോയിസ് റെക്കോർഡും എല്ലാം നജ്ല ആ ഫോണിൽ കാണുകയാണ്. ഈ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് നോക്കിയ നജ്ല കുറച്ചുകൂടി ഞെട്ടി. അത് മറ്റാരുമല്ല, റെനീസിൻ്റെ ഒരു ബന്ധുവായ ഒരു പെൺകുട്ടിയാണ്, ഷഹാന. നജ്ല ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയാണ്, രണ്ടാമത്. ഷഹാനയ്ക്ക് റെനീസ് അയച്ച ഒരു വോയിസ് റെക്കോർഡിൽ പറയുകയാണ്, നാളെ അവൾ പ്രസവത്തിന് അവളുടെ വീട്ടിലോട്ട് പോകും, പിന്നെ ഇപ്പോഴൊന്നും തിരിച്ചു വരില്ല, നമുക്കിതൊന്ന് ആഘോഷിക്കണം. നജ്ല ഇതും കൂടി കേട്ട് തകർന്നിരിപ്പായി. എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ ഒരു പിടിയുമില്ല. ഇതേപ്പറ്റി റെനീസിനോട് നജ്ല ചോദിച്ചു. അപ്പോഴത്തേക്കും അയാൾ ഈ ദേഷ്യമെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ സ്നേഹത്തോടെ ആ സമയം റെനീസ് അങ്ങനെ ഒരു ബന്ധമേ ഷഹാനയുമായിട്ട് ഇല്ലെന്നും അവൾ എൻ്റെ മുറയ്ക്ക് സഹോദരിയാണെന്നൊക്കെ പറയുകയാണ്. നജ്ല പ്രസവത്തിനായിട്ട് മൂത്ത കുട്ടിയായ ടിപ്പു സുൽത്താനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. നജ്ലയുടെ പ്രസവവും എത്തി. ഈ സമയത്തൊന്നും റെനീസ് ആ പരിസരത്ത് പോലും എത്തി നോക്കിയിട്ടില്ല. അങ്ങനെ നജ്ല പ്രസവിക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ. ഭാര്യ പ്രസവത്തിന് പോയതിന് പിന്നാലെ തന്നെ ആ സമയത്ത് ആ ക്വാർട്ടേഴ്സിൽ ഈ കാമുകിയായ ഷഹാന എത്തുകയാണ്. നജ്ല ഇല്ലാത്ത ഒരവസരം നല്ല രീതിയിൽ ഇവർ വിനിയോഗിക്കുകയാണ്. പിന്നീട് ഷഹാന വീട്ടിലെ നിത്യ സന്ദർശകയായി മാറി. ഇതൊന്നും നജ്ല അറിയുന്നേ ഇല്ല. പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന നജ്ലയ്ക്ക് ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. ആരാണ് വിളിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഷഹാനയാണ്. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനും റെനീസും തമ്മിലുള്ള ബന്ധം നീ എന്തായാലും അറിഞ്ഞല്ലോ, ഇനി നീ ഞങ്ങളെ വഴിക്ക് വിടണം, ഇവിടേക്ക് ഇനി തിരിച്ചു വരരുത്. ഈ ഒരു കോള് വന്നതോടെ പൊട്ടിക്കരഞ്ഞ് നജ്ല അമ്മയോടും സഹോദരിയോടും ആ വീട്ടിൽ താൻ അനുഭവിച്ച കാര്യങ്ങളും റെനീസിൻ്റെയും ഷഹാനയുടെയും വഴിവിട്ട ബന്ധങ്ങളും എല്ലാം പറഞ്ഞു. പക്ഷേ ഇക്കാര്യം വീട്ടുകാർ അയാളോട് ചോദിക്കുന്നതോ അതൊന്നും നജ്ലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നജ്ല പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അതൊക്കെ മാറ്റിയെടുക്കാമെന്നാണ്. അയാളെ പിരിഞ്ഞ് ജീവിക്കാനും നജ്ല തയ്യാറായില്ല. എന്നും ക്വാർട്ടേഴ്സിൽ വരുമ്പോൾ റെനീസിനെ കാത്ത് ഷഹാന അവിടെ ഉണ്ടായിരിക്കും. ഒടുവിൽ നജ്ല റെനീസിനോട് പറയാതെ ആ ക്വാർട്ടേഴ്സിലേക്ക് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്നത് സർവാധികാരിയായിട്ട് വിലസുന്ന ഷഹാനയാണ്. ഷഹാനയെ കണ്ട് നജ്ല പൊട്ടിത്തെറിച്ചു. ഇവർ തമ്മിൽ അന്ന് വഴക്ക് ഉണ്ടാവുകയും ചെയ്തു. റെനീസ് ആ സമയം അവിടെ ഇല്ല. വിവരങ്ങൾ അറിഞ്ഞെത്തിയ അയാൾ നജ്ലയുമായി വഴക്കുണ്ടാക്കുകയും പ്രസവം കഴിഞ്ഞ് വന്നതാണെന്ന് പോലും നോക്കാതെ ആ പെൺകുട്ടിയെ കണക്കിന് മർദ്ദിക്കുകയും ചെയ്തു. ഇതിൽ അത്യാവശ്യം ആരോഗ്യം മോശമായ നജ്ലയോട് നഫ്ല ഇതൊക്കെ അറിഞ്ഞിട്ട് തിരിച്ചു പോരാൻ പറയുകയും ഇത് കംപ്ലൈൻറ്റ് ചെയ്യുകയുമൊക്കെ നഫ്ല ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസും ആ ഒരു കേസ് വഴിതിരിച്ച് വിടുകയാണ്. അവരും കാര്യമായിട്ട് റെനീസിനെതിരെ അന്വേഷണം നടത്തിയില്ല. അങ്ങനെ വീണ്ടും 1.5 വർഷം കടന്നുപോയി. ടിപ്പു സുൽത്താന് 5 വയസ്സും ഇളയ കുട്ടിയായ മലാലയ്ക്ക് 1.5 വയസ്സും പ്രായമുണ്ട്. റെനീസിൻ്റെയും ഷഹാനയുടെയും വഴിവിട്ട ബന്ധത്തിനെ പിന്തുണയ്ക്കുന്നത് അയാളുടെ സഹോദരിയാണ്. ഒരു ദിവസം ഷഹാനയും റെനീസിൻ്റെ സഹോദരിയും കൂടി ചേർന്ന് നജ്ലയെ കാണാൻ ഒരുമിച്ചെത്തുകയാണ്. വന്നതെന്തിനെന്നാൽ ഈ ബന്ധത്തിൽ നിന്നും വിട്ടുപോകാൻ ഈ റെനീസിൻ്റെ സഹോദരി നിർബന്ധിക്കുകയാണ്. പക്ഷേ നജ്ല അതിനൊന്നും കൂട്ടാക്കിയില്ല. 2 മക്കളുമായില്ലേ.
പിന്നീട് ഷഹാന നിരന്തരം നജിലയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയുള്ള റെനീസിൻ്റെ മർദ്ദനം വേറെയും. അച്ഛനമ്മമാർ മരിച്ചത് നജിലയും കുടുംബവും കൂടോത്രം ചെയ്തിട്ടാണെന്നൊക്കെയാണ് റെനീസ് പറയുന്നത്. ശാരീരികവും മാനസികവുമായിട്ടുള്ള നജിലയുടെ അവസ്ഥ എല്ലാം മോശമായി കൊണ്ടിരുന്നു. ഒടുവിൽ അവളത് തീരുമാനിച്ചു. നൈറ്റ് ഡ്യൂട്ടിക്ക് റെനീസ് പോയ നേരം നോക്കി കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരൻ ടിപ്പു സുൽത്താനെ നജില മുറിയിലേക്ക് വിളിക്കുകയാണ്. അമ്മ എന്തെങ്കിലും കൊഞ്ചിക്കാനോ എന്തെങ്കിലും തരാനോ വിളിക്കുന്നെന്ന് കരുതി പാവം കുഞ്ഞ് അകത്തേക്ക് പോയി. ആ കുഞ്ഞിനെ കട്ടിലിൽ കിടത്തിയിട്ട് ആ കുഞ്ഞിൻ്റെ കഴുത്ത് മുറുക്കി നജില കൊലപ്പെടുത്തി. ശേഷം 1.5 വയസ്സുകാരി മലാലയെ ബാത്റൂമിൽ കൊണ്ടുപോയി ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി പിടിച്ച് കൊലപ്പെടുത്തുകയാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. മക്കൾക്കൊപ്പം യാത്രയാവാൻ നജിലയും ഫാനിൽ ജീവനൊടുക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭാര്യയുടെ നിൽപ്പ് കണ്ട റെനീസ് വാതിൽ ചവിട്ടി തുറന്നിട്ട് തെളിവുകളെല്ലാം ഇങ്ങനെ നശിപ്പിക്കുകയാണ്. കാരണം അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നജിലയുടെ ഫോണിൽ നിന്നുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് ആ തെളിവൊക്കെ നശിപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഇയാൾ പോലീസിൽ വിവരം അറിയിക്കുന്നത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നജില എല്ലാ വിവരങ്ങളും തെളിവുകളും സഹോദരിയുടെ ഫോണിലോട്ട് അയച്ചു കൊടുത്തിരുന്നു. പോലീസ് കൃത്യമായ തെളിവുകളോടെ റെനീസിനെയും ഷഹാനെയും പൂട്ടി. ഇതിൽ നജിലയുടെ കുടുംബം പരാതിപ്പെട്ടത് ലോക്കൽ പോലീസ് റെനീസിനെ പിന്തുണച്ച് അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കേസിൻ്റെ തുടക്കത്തിൽ റെനീസിനെ രക്ഷിക്കാനും ഇത് ഒത്തുതീർപ്പിലോട്ടും ലോക്കൽ പോലീസ് ശ്രമിച്ചെന്നുമാണ്. എന്തായാലും ഇയാളെ സർവീസിൽ നിന്നും പോലീസ് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഇരുവരും ജയിലിലാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.